ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് നല്ല കാരലുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നൊന്ന് കറി വെക്കാം. അപ്പോൾ കാരൽ മുളകിട്ടത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പാകത്തിന് കൊച്ചുള്ളി ചതച്ചത്, അതിലേക്ക് അരിഞ്ഞു വെച്ച മുളക് കൂടെ ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള പൊടികളൂടെ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് പരട്ടിയെടുക്കുക. പിന്നെ നമ്മൾ പിഴുപുളി എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പിഴുപുളിയും കൂടി പിഴിഞ്ഞ് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഈ കൂട്ട് അടുപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പ് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കാരൽ കഷ്ണം ഉണ്ടല്ലോ, ഈ മുളക് കറിക്കകത്തോട്ട് പറക്കിയിടുക. അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ കാരൽ കഷ്ണത്തിനകത്തെല്ലാം അരപ്പ് പിടിച്ച് റെഡിയായി കഴിയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ടും ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ, മറക്കല്ലേ. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കാരൽ കറി ഒരുവിധം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കറിവേപ്പിലയും കൂടി ഇടുക. എണ്ണയും കൂടി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുളകിട്ട കാരൽ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.